പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയകളിൽ ടിക്ടോക്ക് വീഡിയോകൾ വൈറലാകുന്നത് നിമിഷനേരം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ചൈനീസ് ആപ്പായ ടിക്ടോക്ക് തരംഗമാണ് ഇപ്പോൾ എല്ലായിടത്തും. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ടിക്ടോക്കിന് പിന്നിൽ വൻ ചതിക്കുഴികളുണ്ടെന്നും പല യുവതികളുടെയും ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ പോൺ സൈറ്റുകൾക്കായി എടുക്കുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിക്കാൻ പോകുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. കേവലം ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി പെൺകുട്ടികൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പരിധി വിടുകയാണെന്നാണ് പലരും പറയുന്നത്. ഈ വീഡിയോകൾ കണ്ടാൽ പലരും ഞെട്ടുന്നതാണ്. അർദ്ധനഗ്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇപ്പോൾ കുത്തനെ കൂടിയിരിക്കുകയാണ് ടിക്ടോക്ക് പോലുള്ള വെബ്സൈറ്റുകളിൽ. മാത്രമല്ല, ലൈക്ക് എന്ന മറ്റൊരു വെബ്സൈറ്റും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്, പല വീഡിയോകളും ഷെയർ ചെയ്തുകൊണ്ട്. ടിക്ടോക്കിൽ നിന്നുള്ള പല വീഡിയോകളും ഇതിനകം തന്നെ മുൻനിര പോൺ സൈറ്റുകളിലും യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള പൊതു പോർട്ടലുകളിലും സെക്സ് എന്ന ടാഗോടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ടിക്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഉടമയുടെ അനുമതിയോടല്ല ഈ കാര്യങ്ങളൊന്നും നടക്കുന്നത് എന്നാണ് യഥാർത്ഥ വസ്തുത. ടിക്ടോക്കിലെ 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സെക്സി വീഡിയോകൾ മാത്രം ഉൾപ്പെടുത്തി വീഡിയോ ബ്ലോഗുകളും വെബ്സൈറ്റുകളും ചെയ്യുന്നവർ പോലുമുണ്ട്. എന്തിനാണ് ലൈക്കുകളും ഷെയറുകളും കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ച് മുൻപ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു വീഡിയോ ചെയ്ത് കുറഞ്ഞ ലൈക്കാണ് കിട്ടുന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ വസ്ത്രം ഇറക്കം കുറച്ച് ധരിച്ചാണ് ഇപ്പോൾ പല പെൺകുട്ടികളും ടിക്ടോക്ക് വീഡിയോകൾ വരുന്നത്. ഇതിനെതിരെ ശക്തമായി പലരും വിമർശിച്ചെങ്കിലും ഇപ്പോൾ അനുഭവം വന്നപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി. വെറും ലൈക്കുകളും ഫോളോവേഴ്സുകളും വാരിക്കൂട്ടുന്നതിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഇതുപോലെ തുടങ്ങിയിരിക്കുകയാണ്. ലൈക്കുകൾ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള സെക്സി ആയിട്ടുള്ള ഡ്രസ് ധരിച്ചുകൊണ്ടാണ് പല സ്ത്രീകളും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സോഷ്യൽ ആപ്സ് ഒക്കെ മനുഷ്യ സമൂഹത്തിന് വളരെയധികം കേടുവരുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.